ഈശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇതല്ല എന്ന് ഉപദേശിക്കുന്ന ഉപനിഷത്ത് വാക്യങ്ങളുടെ സഹായത്തോടുകൂടി എല്ലാ ഉപാധികളെയും നിഷേധിച്ചിട്ട് മഹാവാക്യങ്ങളുടെ മനനം വഴിയായി ജീവാത്മാ പരമാത്മാക്കളുടെ ഐക്യത്തെ അറിഞ്ഞുകൊള്ളണം എന്നുള്ള ഭാഗമാണ്. അതായത് ഉപനിഷത്തുകളെല്ലാം അജ്ഞാനത്തെ നീക്കാനുള്ളതാണ്, ജ്ഞാനം കൊടുക്കാനുള്ളതല്ല, മാറ്റാനുള്ളതാണ്. ഇതല്ല എന്ന് പറഞ്ഞു. അഥാത് ആദേശോ നേതി 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 അന്യത് പരമസ്യത നാമധേയം സത്യസ്യ സത്യമിതി പ്രാണാ വൈ സത്യം തേഷാമേഷ സത്യം. അനന്തരം ബ്രഹ്മത്തിന്റെ നിർദ്ദേശം ഇപ്രകാരമുള്ളതല്ല എന്നാകും. ശരിക്ക് ഇന്നതെന്ന് പറയുകയല്ല ചെയ്യുന്നത്. ഇന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? അത് ഉണ്ടായതാണെങ്കിൽ അത് നശിക്കുന്നതും ആയിരിക്കും. ഉണ്ടായി വളർന്ന് ഇല്ലാതാകുന്നതിനെല്ലാം ഉണ്ടാവാത്ത, തളരാത്ത, നശിക്കാത്തതായ യാതൊരു അടിസ്ഥാനമുണ്ടോ ആ ഉണ്മയാകുന്ന ബ്രഹ്മത്തെ ഇന്നതാണെന്ന് നിർദ്ദേശിക്കാൻ സാധ്യമല്ല. മറിച്ച് എന്താ? ഇതല്ല എന്ന് പറഞ്ഞ് അതിന് വിപരീതമായ ഭാവനകളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. നേതീതി വാക്യേ അഖിലം മുഴുവൻ എന്ത് ചെയ്യുന്നു? ഇതല്ല എന്ന് പറഞ്ഞ് നീക്കം ചെയ്ത് നീക്കിയതിനെ കൂടി നീക്കം ചെയ്താൽ യാതൊന്നാണോ ഉള്ളത്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്, നീക്കം ചെയ്യുന്നു. ഇതല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഓരോന്നിനെ മാറ്റി നീക്കുന്ന ആളെ നീക്കാൻ നമ്മൾ തയ്യാറല്ല. മനസ്സിലായില്ലേ? അപ്പോഴും നമ്മളൊന്ന് വേറെയുണ്ട് അവിടെ. ഇത് ബ്രഹ്മമല്ല എന്ന് പറഞ്ഞ് അതിനെ നീക്കം ചെയ്ത് പിന്നെന്താണ്? ഇനി നീക്കാൻ പ്രയത്നിക്കുന്ന ആ വ്യക്തിത്വം ഉണ്ടല്ലോ, ആ വ്യക്തിത്വത്തെ കൂടി ഉപേക്ഷിച്ചാൽ, കാരണം നമ്മെ തന്നെ വിട്ടുനിന്ന് വീക്ഷിക്കുക ചെയ്യുന്നത്. മറ്റേത് ഞാനുണ്ട് അവിടെ. ആ ഞാനെന്നുള്ളത് എന്തായി? അവിടെ ദൃക്ദൃശ്യത്തിൽ വന്നു. ദൃക്ദൃശ്യ വിവേകം എന്നൊക്കെ പറയുന്നില്ലേ? ദൃക്കും ദൃശ്യവും ഇവിടെ രണ്ടും ഉണ്ടാവുന്നുണ്ട്. രണ്ടും ഉണ്ടാവരുത്. ഏകമേവാ ദ്വിതീയം എന്നുള്ള ആ സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നു. സത്യസ്യ സത്യം എന്നാകും. അതാ പറയും, സത്യസ്യ സത്യം. സത്യം എന്നത് പ്രാണങ്ങൾ തന്നെ, അവയ്ക്കും സത്യമായിട്ടുള്ളത് ഇതാകുന്നു എന്നൊക്കെ പലവിധ ശ്രുതികൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ പറഞ്ഞതിനെ മുഴുവൻ ഉപസംഹരിക്കുകയാണ് ഇവിടെ. ഏത്? ഇന്നതാണ് ബ്രഹ്മം എന്ന് പറയാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് ഇന്നതാണെന്ന് പറയുന്നതിന് പകരം ഇതുവരെ പറഞ്ഞതുകൊണ്ടൊക്കെ നിഷേധിച്ചതിൽ അപ്പുറം ഒന്നും ഇനി പറയാനില്ല. ഇതുവരെ പറഞ്ഞതൊക്കെ അങ്ങനെയാണല്ലോ. ഓരോന്നിനെയും പറഞ്ഞു അപഗ്രഹിച്ചു. എന്താ? തുടക്കം തന്നെ പറഞ്ഞ എന്താ? നമ്മൾ കാണുന്നതെല്ലാം, ഈ കാണപ്പെടുന്നതെല്ലാം, അതിൽ ഓരോന്നും, കാരണം ഇപ്പൊ ശരീര സംബന്ധികളായവയാണ് ഏത് നമ്മൾ പറയുന്നതൊക്കെ. അതിൽ ഈ ശരീരം തന്നെ ഏതിൽപ്പെടും? എന്റെയാണ്. അതില് പഞ്ചകോശ വിവേകമായാലും ശരി, പഞ്ചപ്രാണങ്ങളായാലും ശരി, അതേപോലെ മനസ്സായാലും ശരി, ബുദ്ധിയായാലും ശരി, ഇതൊക്കെ എന്റെയാണ്, ഞാൻ അല്ല. ഇതിനെ ഓരോന്നിനെയും ഇതല്ല എന്ന് മനസ്സിലായി. സാമാന്യ മനുഷ്യനെ സംബന്ധിച്ച് ഇത് ഞാനാണെന്നുള്ള ബോധമുണ്ട്. ഇത് മധ്യാസ്തി മാംസമലമത്ര പാത്രമായിരിക്കുന്ന ഈ ദേഹം ഞാനാണെന്നുള്ളതിലാണ് ഈ വ്യവഹാരങ്ങളെല്ലാം നടക്കുന്നത്.
അതാണ് നമ്മൾ പറയുന്നത്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രാത്രി കിടക്കുന്നത് വരെയും ചിലർ ഉറക്കത്തിലും അല്ലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഞാൻ എന്നുള്ളതാകുന്നു. ആ ഞാൻ എന്നുള്ളത് കൊണ്ട് പറയുന്നത് ഏതാണ്? ഈ ഒരു സംഘാതത്തെയാണ്. ആ സംഘാതത്തെയും ഇതല്ല 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 എന്ന് മറഞ്ഞു മാറ്റി അതിസൂക്ഷ്മമായ ഒരു വൃത്തിയിലേക്ക് നമ്മെ നയിച്ചു. അതിസൂക്ഷ്മമായത് ഇത് തന്നെയാണ് എല്ലാ മേഖലയിലൂടെയും നമ്മെ കൊണ്ടുപോകുന്നത്. അതിനിടയ്ക്കിടയ്ക്ക് ചിന്തിച്ചു, ഒരു ക്ഷേത്രോപാസനയാണെങ്കിൽ പോലും അതുപോലും ഈ പഞ്ചകോശ വിവേകത്തിലൂടെ നമ്മെ പുറമേക്ക് നയിക്കുകയല്ല ചെയ്യുന്നത്, നമ്മിലേക്ക് തന്നെ, നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നയിക്കുകയാണ്. ഈ ഞാൻ എന്നുള്ള ആ പ്രത്യയം എവിടെ നിന്നാണോ ഉദ്ഭവിക്കുന്നത് അതിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവരിക ചെയ്യുന്നത്. അത് കൂട്ടിക്കൊണ്ടുവരുന്ന ദിശ മാറിപ്പോകരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി. കാരണം ബ്രഹ്മം എന്റെ ഉള്ളിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോശത്തിൽ ഞാനായി അനേകം കോശങ്ങൾ ചേർന്ന ഒരു വ്യക്തിയിലുള്ള ഒരു വ്യക്തിത്വം, ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും തരത്തില് ആ ചിന്ത ഇതിനുള്ളിൽ എന്ന് പറയുമ്പോൾ, ആ പരിമിതി വെച്ചുകൊണ്ട് പറയുമ്പോൾ, ഉള്ളിൽ എന്ന് പറയുന്ന ഇതിനുള്ളിൽ ആചാര്യസ്വാമികളുടെ ഭാഷയിൽ പറഞ്ഞാൽ പാത്രത്തിലിട്ട ഇലന്തിപ്പഴം എന്ന കണക്കെ എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതാണെന്നോ മറ്റോ ധരിച്ചു പോയാലോ, അങ്ങനെയോ മറ്റോ പരിമിതപ്പെടുത്തി പോയാലോ എന്ന് വിചാരിച്ച്, എന്നാൽ വാക്ക് വ്യവഹാരത്തിൽ എന്ത് ചെയ്യുന്നു? എൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറയേണ്ടി വരുന്നു. അല്ലെങ്കിൽ ഭ്രൂമധ്യത്തിൽ ധാരണ ചെയ്യണമെന്ന് അവിടെയാണ് ഇരിക്കുന്നത്, എവിടെ ഈശ്വരൻ ഇരിക്കുന്നത്? ഇവിടെയാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മൂക്കിൻ തുമ്പത്താണെന്ന്, തുമ്പ് ഇവിടെയാണെന്നും അതിൻ്റെ ഇവിടെയാണെന്നും പറയാലോ, രണ്ട് സ്ഥലത്തും പറയാലോ. ഇവിടെയൊക്കെ ധാരണ ചെയ്യുമ്പോൾ അവിടെയാണ് ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഹൃദയത്തിരിക്കുന്നു, ഹൃദയേതിയായന അമരകോശത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ധകരണത്തിൽ ഇവൻ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇതുകൊണ്ടൊക്കെ പറയുന്നത് എങ്ങനെയാണ്? അതൊക്കെ പരിമിതമാക്കൽ തന്നെയല്ലേ? അത്ര പോലും പ്രാഥമിക തലത്തിൽ ഒരു വ്യക്തിയെ ഈശ്വരൻ ഇപ്പൊ ദൂരെയല്ല, തദ്ദൂരെ തദന്തികെ തദന്തരസ്യ സർവസ്യ സർവസ്യ ബാഹ്യത എന്നൊക്കെ നമ്മൾ ഈശാവാസംശത്തിൽ പഠിക്കുന്നു. ദൂരെയുമുണ്ട് ഇവിടെയുമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ കൊണ്ടുപോയി എന്നിൽ നിന്ന് അന്യമായില്ല എന്ന് പറയുമ്പോൾ, അപ്പൊ ഞാനാണ്, അപ്പൊ ഞാനെന്ന് ഇതുവരെ ധരിച്ചിരുന്നത് എന്ത്? അതുമല്ല ഞാൻ. അതിനെ ഓരോന്നിനെ നീക്കി. അംഗം അങ്കി അല്ലേ? അംഗത്തെ അറിയണമെങ്കിൽ, അങ്കിയെ അറിയണമെങ്കിൽ അംഗത്തെ കൂട്ടിയിട്ടാണ് അത് മനസ്സിലാക്കുന്നത് അല്ലേ? കൈയും കാലും കണ്ണും നാക്കും മൂക്കും തൊക്കും ഒക്കെ ഉള്ള ഒരു മനുഷ്യനെ പറയുന്ന സമയത്ത്, ആ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാം അതിൽ അന്തർഭവിച്ചു കഴിഞ്ഞു. അതിനെ ഓരോന്നിനെ നീക്കം ചെയ്തു. അതിനെ അതിസൂക്ഷ്മമായ തലത്തിലേക്ക് എത്തി. ആ അംഗങ്ങളെ മുഴുവൻ നീക്കി ആ അങ്കിയെ മനസ്സിലാക്കി. അതിസൂക്ഷ്മമായ തലത്തിലേക്ക് നമ്മെ കൊണ്ടുപോകണം, നമ്മുടെ ബുദ്ധിയെ കൊണ്ടുപോകണം. ഇത് തന്നെ എല്ലാ മേഖലയിലും ചെയ്തത്. നമ്മൾ ഇന്ന് വരെ ചിന്തിക്കാത്ത, നിത്യനിരന്തരമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ്, അതാ പറഞ്ഞത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രാത്രി വരെ എന്നൊക്കെ പറഞ്ഞത് ഞാൻ എന്നുള്ളത്. പക്ഷെ നമ്മൾ അല്പം പോലും ചിന്തിക്കുന്നില്ല ഈ ഞാൻ ആരാണ്. ഞാൻ ആരെന്ന് ചിന്തിച്ചാൽ എന്തായി? അഹം ബ്രഹ്മാസ്മി. പക്ഷെ മഹാഭാഗ്യം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷെ നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുക. സ്വർണം കൊണ്ട് ആഭരണം ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോ, സ്വർണം കൊണ്ടാണോ ആഭരണം ഉണ്ടാക്കിയത്? സ്വർണം ആഭരണമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് എല്ലാവരും പറയുക എന്തായിരിക്കും? ആഭരണമാക്കി. അപ്പോഴാ പറഞ്ഞത് ആ സ്വർണം കൊണ്ടുണ്ടാക്കിയ മാല ഉരുക്കിയിട്ട് വളയുണ്ടാക്കി എന്ന് പറഞ്ഞപ്പോ ചോദിക്കുക, മാലയാണോ, സ്വർണ്ണമാലയാണോ അത് വളയായത്, അതോ സ്വർണമാണോ? ബഹുഭൂരിപക്ഷം പേര് എടുത്ത വഴിക്ക് പറയും, എന്ത് പറയും? മാലയാണെന്ന് പറയും. മാലയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ പറയും അല്ല സ്വർണ്ണമാണെന്ന് പറയും. വാസ്തവത്തിൽ രണ്ടും ആയിട്ടില്ലല്ലോ. സ്വർണം ഒന്നും ആയിട്ടുമില്ല, മാല ആദ്യമേ ഇല്ലായിരുന്നു. ഇല്ലാത്തത് പിന്നെ എങ്ങനെ മറ്റൊന്നായി തീരും? പക്ഷെ ഇത്രത്തോളം നമ്മൾ നിത്യനിരന്തരമായി ഉപയോഗിക്കുന്നവ തന്നെ നമ്മുടെ ശ്രദ്ധയിൽ നമ്മളത് വേണ്ട വിധത്തിൽ ഉറപ്പിച്ചിട്ടില്ല. അത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് മതി, വേറെ ഒന്നും പഠിക്കാനില്ല.
കുറേ പഠിക്കാനല്ല, മറിച്ച് എന്താ, ഇതുവരെ പഠിച്ചതൊന്നും അല്ല എന്ന് പറയാനാണ്. എന്നാ ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ല, അത് വിഡ്ഢിത്തരാണ് അല്ലേ, ഒന്നും പഠിക്കേണ്ടതല്ല. അപ്പൊ വ്യവഹാരത്തെക്കുറിച്ച് എത്രയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാലും പാരമാർത്ഥിക സത്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ എന്ത് വേണം? ഈ വ്യവഹാരം ഒന്നും അല്ല എന്നറിയാൻ അത് പഠിക്കണം, സ്വീകരിച്ചിട്ട് ഉപേക്ഷിക്കണം. സ്വീകരിക്കാതെ ഉപേക്ഷിക്കുന്നതിലേറെ വളരെ നല്ലതാണത്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ലോകത്തിൽ മാറി വരുന്ന ഓരോന്നിനെയും, കാരണം നമ്മൾ ഇപ്പൊ മിഥ്യ എന്ന് പറയുന്ന സമയത്ത് അതിനെ മുഴുവൻ സ്വീകരിച്ചിട്ട് പിന്നെ എന്താണ് സത്യം എന്നുള്ളതിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ പ്രക്രിയ നോക്കണം. ഇതല്ല എന്നുള്ളത് ഈ ശ്ലോകം കൊണ്ട് പറയുന്ന സമയത്ത് ഇതല്ലെന്ന് പറയണമെങ്കിൽ എന്ത് വേണ്ടിയിരുന്നു? ഇതാണെന്ന് ആദ്യം പറഞ്ഞു. അത് പറഞ്ഞതുകൊണ്ടാണ് ഇതല്ല എന്ന് പറഞ്ഞത്. അതാണ് വേദാന്തത്തിന്റെ ഒരു അദ്വൈതം എന്ന് പറയുമ്പോൾ പിന്നെ ഈശ്വര തത്വം ഏകമാണെന്ന് ഇവിടെ പറഞ്ഞില്ല. ഏകം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അത്? ഏകം എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ, ഈശ്വരന് ഒന്നേ ഉള്ളൂ. ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്നുള്ള പദങ്ങളൊക്കെ. അപ്പോൾ ഒന്നേ ഉള്ളൂ എന്ന് പറയാൻ നമ്മുടെ ആചാര്യന്മാർക്ക് മടിയായിരുന്നു. എന്തുകൊണ്ട്? ഇവിടെ ഒന്നേ ഉള്ളൂ എന്ന് പറയണമെങ്കിൽ അവിടെ തന്നെ അനേകത്വ ഭ്രമം ഉണ്ടായിട്ടുണ്ട്. അഥവാ ഈശ്വരനുണ്ടോ എന്ന ചോദ്യത്തിന് ഈശ്വരനുണ്ട് എന്ന് പറയാൻ നമ്മുടെ പൂർവ്വ ആചാര്യന്മാർക്ക് മടിയായിരുന്നു. എന്തുകൊണ്ട്? ഈശ്വരനുണ്ട് എന്ന് പറയുന്ന സമയത്ത് തുല്യമായ മറ്റൊരു ശക്തിയും ഉണ്ടോ എന്നുള്ളൊരു ഭ്രമം അവിടെ ഉണ്ടായി കഴിഞ്ഞു. ഈശ്വരനുണ്ട് എന്ന് പറയുന്നു. അപ്പോഴാണ് പറയുന്നത് ഈശ്വരനേ ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഭ്രമം ഉണ്ടാവണില്ല. എന്തുണ്ടോ അതെല്ലാം എന്താണ്? ഈശ്വരനിൽ നിന്ന് ഭിന്നമായി മറ്റൊന്നില്ല. യോഗവാസിഷ്ഠത്തിൽ ഇതിനെ ഒന്നുകൂടി വിസ്തരിക്കുന്നതുണ്ട്. ഒരു പ്രാഥമിക തലത്തില് ഒരു ചാണകത്തിൽ പുഴുവെ എങ്ങനെ നാം അതിലെങ്ങനെ അദ്വൈതത്തെ ദർശിക്കുമെന്ന്. സ്വർണ്ണ ആഭരണത്തിൽ നമുക്ക് അദ്വൈതത്തെ ദർശിക്കാം. സ്വർണത്തിൽ നിന്ന് അന്യമായി ആഭരണമില്ല എന്നുള്ളത് കൊണ്ട്. വെള്ളത്തിൽ നിന്ന് അന്യമായ വെള്ളത്തിൽ ഒരു വെള്ളം, നൊര, പദ, തിര, അതിൽ നമുക്ക് അദ്വൈതത്തെ ദർശിക്കാം. പക്ഷെ ചാണകത്തിലുള്ള പുഴുവെ എങ്ങനെ അദ്വൈത ദർശനം സാധ്യമാകും? ചോദ്യം. അപ്പോഴേക്കും നമ്മൾ ആകെ പതായിപ്പോ. ആ ഏകമേവ അദ്വിതീയം എന്നുള്ള തലത്തിലേക്ക് എങ്ങനെ നമ്മൾ എത്തിച്ചേരും? അപ്പോഴാണ് ഇവിടെ അനവസ്ഥാദോഷം വരും. ഏത് പറയാറില്ലേ? ചെടിയാണോ വിത്താണോ ആദ്യം ഉണ്ടായത്, മാവാണോ അണ്ടിയാണോ ആദ്യം ഉണ്ടായതൊക്കെ ചോദിക്കാറില്ലേ? ഇങ്ങനെ അനവസ്ഥാദോഷം ഉണ്ട്. വാസ്തവത്തിൽ ഇതെന്താണ്? ഈ രണ്ടെന്ന് എവിടെയുണ്ടോ അതെല്ലാം വാസ്തവമല്ല. വാസ്തവം എന്നുള്ള പദത്തിന് വസ്തുസത്ത അന്വേഷിക്കുന്നു. വസ്തുസത്ത യാതൊന്നിനുണ്ടോ അത് വാസ്തവം. നുരയും പതയും തിരയും ഒക്കെ എടുക്കുന്ന സമയത്ത് അത് വാസ്തവത്തിൽ ജലമാണെന്ന് പറയും. ഇനി ഇങ്ങനെ ഓരോന്ന് കൊണ്ടുപോയിട്ട് നമ്മെ ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഈ ദ്വൈത പദാർത്ഥങ്ങളുണ്ടോ അതിനെ മുഴുവൻ എന്ത് ചെയ്യുന്നു? ഇതൊന്നും ഏകമാക്കാനല്ല. അല്ലെങ്കിൽ നമ്മളോട് പറയാം, ഇപ്പോ ഒരു രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നത് പോലെ അല്ലേ, ഇലക്ഷനൊക്കെ എടുക്കുന്ന സമയത്ത് പറയില്ലേ, നമ്മളൊക്കെ ഒന്നാണ്, നമ്മളൊക്കെ പഠിച്ചവരല്ലേ, അതുകൊണ്ട് ഒന്നാണ്, വ്യത്യസ്ത ഭാവം പുലർത്തരുത് എന്നൊക്കെ പറയും. അപ്പൊ അവിടെ സ്ത്രീയും പുരുഷനും ഞാനും നിങ്ങളും പട്ടിയും പൂച്ചയും എല്ലാം ഒന്നാണെന്ന് സ്ഥൂല ബുദ്ധി മനസ്സിലാക്കിയാൽ അത് കണ്ണിന്റെ കുഴപ്പമാണെന്നേ പറയാൻ പറ്റും. എന്താ സ്ഥൂല ബുദ്ധി അങ്ങനെയല്ലേ മനസ്സിലാക്കുക? ഇയാൾ ഇതാ പറയുന്നു നമ്മളെല്ലാം ഒന്നാണെന്ന്. പക്ഷെ അവിടെ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് ഇതല്ലല്ലോ. നമ്മളിലെല്ലാം ഒന്നുണ്ട്. ആ ഒന്നിൽ സൂത്രാമണി ഗണായുവ, ആ ഒരു നൂലിലാണ് ഇതെല്ലാം കോർക്കപ്പെട്ടിരിക്കുന്നത്. അതിനെ അറിയൂ, ആ സത്തിനെ അറിയൂ. ആ സത്ത് എന്നുള്ളത് ചൈതന്യ രൂപത്തിൽ സത് ആയിട്ട് ജഡമെന്ന് പറയുന്ന പദാർത്ഥത്തിൽ പോലുമുണ്ട്. ചിത്തായിട്ട് ഒരു മരത്തിലുണ്ട്. കാരണം അതിൽ നമുക്ക് സത്തിനെ പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് അത് ചിത്താണ്. സത്ത് പ്രകാശിക്കുന്നുണ്ടല്ലോ അതിൽ. അതുകൊണ്ടാണല്ലോ അതിൽ ഇലകൾ തളിർത്തുന്നൊക്കെ വരുന്നു.
സത്തും ചിത്തും ആനന്ദവും ഒരു വ്യക്തിയിലുണ്ട്. കാരണം നമ്മുടെ മുഖത്ത് പ്രസാദം, പ്രസന്നതാഭാവം ഉണ്ടാവുന്നു, ആനന്ദം എന്ന ഭാവം ഉണ്ടാവുന്നു എങ്കിൽ അതിൽ സച്ചിദാനന്ദ സ്വരൂപനായി ഈ ബ്രഹ്മം ഇരിക്കുന്നു. അപ്പൊ ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അയാൾക്ക് ആദ്യം മനസ്സിലാക്കാൻ ഏതാ നല്ലത്? സച്ചിദാനന്ദ സ്വരൂപോഹം. ഒരു മനുഷ്യനെ മനസ്സിലാക്കുക, മനുഷ്യരൂപത്തിലുള്ള ബ്രഹ്മത്തെ മനസ്സിലാക്കുക നല്ലത്. ബ്രഹ്മത്തിന്റെ രൂപം ഉണ്ടെന്നല്ല, കാരണം അതിൽ സത്തും ചിത്തും ആനന്ദവുമായി കാണുന്നുണ്ട്. ലക്ഷണങ്ങൾ തികയുന്നു ഏകദേശം, അല്ലെ? ക്രമികമായിട്ട് ഒരു മരത്തിലാണെങ്കിൽ നമുക്ക് അത്ര പിടി കിട്ടില്ല, സത്തും ചിത്തുമേ ഉള്ളൂ. അതിലും മനസ്സിലായി. പിന്നെന്തായി? പിന്നെ നമ്മൾ അതായത് ഒരു മരത്തിൽ പോലും എന്തായി ഉണ്ട് എന്ന് അത് കുറെ നമുക്ക് പഠിക്കാനുണ്ട്, അല്ലേ? കുറെ സയൻസ്, അല്ലെ, ശാസ്ത്രത്തിലൂടെ നമുക്ക് മുന്നേറുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. ഇതുപോലെ തന്നെ അതിസൂക്ഷ്മമായ വൃത്തിയിലൂടെ നാം നമ്മെ തന്നെ നിയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി സത്തായിട്ട് ഒന്നുമില്ലെന്നാൽ സത്പ്രീതി ജനിക്കുമോ? സത്തായിട്ട് ഒന്നുമില്ലാതെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാറ്റിനും സത്തുണ്ട്, എല്ലാം നിറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ അതേ ഉള്ളൂ എന്ന് പറയും. ഇതിനെ തന്നെ വ്യത്യസ്ത രംഗങ്ങളായ ആചാര്യന്മാർ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു കുലാലൻ കുടം ഉണ്ടാക്കുന്ന സമയത്ത് കുലം ഉണ്ടാക്കുന്ന ആള് ബ്രഹ്മാവ് എന്ന് പറഞ്ഞ പോലെ, അല്ലെ? കുടം ഉണ്ടാക്കുന്ന കുലാലൻ, സൃഷ്ടി ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ബ്രഹ്മാവ്. ചോദ്യം വന്നു, ഒരു സൃഷ്ടി പ്രക്രിയ എന്നുള്ളത്, സൃഷ്ടി എന്നുള്ളത് പറയുമ്പോൾ തന്നെ സൃഷ്ടാവ് എന്നുള്ളത് വരുന്നു. അത് വരുമ്പോഴാണ് പറയുന്നത് അപ്പൊ അവശ്യം അവിടെ ഒരു ബ്രഹ്മാവ് എന്നുള്ളത് സങ്കല്പിച്ചു. ഇനി അതിനെ മുഴുവൻ എന്ത് ചെയ്യുന്നു? ഉടയ്ക്കണം, അല്ലെ? രുദ്രന്റെ പണിയായി. അതിന് സ്ഥിതിപാലകനായിട്ട് ആ കുടം ഉണ്ടാക്കിയതിന് വ്യവഹാരം, വെള്ളം മുക്കി അത് കൊണ്ടുപോകണമെങ്കിൽ വ്യവഹാരം നടക്കണമെങ്കിൽ എന്ത് വേണം? സ്ഥിതിപാലകനെ നമ്മൾ കൽപ്പിച്ചു, വിഷ്ണു. ഇനി ഉണ്ടാക്കിയ കുടം എന്തായാലും ഉടയണം, പൂർവസ്ഥിതിയിലാവണം എങ്കിൽ അതിനു ഒന്ന് കൽപ്പിച്ചു. ഈ കൽപ്പനകളിലൊക്കെ വാസ്തവത്തിൽ എന്താണ്? വേറെ വേറെ, ഉണ്ടാക്കിയ ആളൊന്ന് വേറെ, ഉണ്ടാക്കിയ വസ്തു വേറെ, ഉണ്ടാക്കപ്പെടുന്നത് മറ്റൊന്ന്, ഇങ്ങനെ പല വിധത്തിലുണ്ട്. ത്രിപുടി, മൂന്നെണ്ണത്തിൽ ഒതുക്കാം അതില്. കുടം ഉണ്ടാക്കിയ ആള്, കുടം, ഇല്ലേ? കുടം ഉണ്ടാക്കപ്പെട്ട വസ്തു, ഇങ്ങനെ ചിന്തിക്കാം. ഏതൊന്നിൽ ഈ പ്രകൃതിയിൽ മുഴുവൻ നമുക്ക് ഈ മൂന്നെണ്ണത്തെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സാധകൻ, അന്വേഷിക്കുന്ന സാധകൻ സാധിക്കേണ്ട തലം, സാധന, ഈ മൂന്ന് ത്രിപുടി ഉണ്ടാവും. എന്തൊന്ന് ചിന്തിച്ചാലും ഈ മൂന്നെണ്ണം വെച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ എന്ത്, എന്തിന്, എങ്ങനെ. സ്വാമിജി നമുക്ക് സാധാരണ പറയുന്നത്, അല്ലെ? എന്ത് കണ്ടാലും എന്ത്, എന്തിന്, എങ്ങനെ. ഓരോ പ്രാവശ്യം ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ സ്വാമിജി? ദൃഷ്ടാന്തം പൂർണ്ണമല്ല, ഏകദേശ ബോധകത്വേ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്നാൽ ആ ദൃഷ്ടാന്തത്തെ തന്നെ പിന്നെ തള്ളുന്നത് എങ്ങനെയാ? ഇത് മൂന്നും വേറെ അല്ല എന്ന് പറഞ്ഞു. ആ ഒരു തലമാണ് ഇവിടെ. ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ ഓരോന്ന് വേർതിരിച്ച് പറഞ്ഞു. ബ്രഹ്മം എന്ന് പറയുന്നത് ഈ കാണപ്പെടുന്നതല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊണ്ടുവരുമ്പോഴും ഇവിടെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ഈ കാണപ്പെടുന്ന നമ്മളൊക്കെ എന്തായി? ഒന്നും ബ്രഹ്മല്ല എന്ന് വന്നല്ലോ, അല്ലല്ലോ. സ്ഥാവര ജംഗമങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും അല്ലല്ലോ, ഇതൊന്നും അല്ല എന്ന് വന്നു. ഇപ്പൊ എന്താ ചെയ്യണത്? ഇങ്ങനെ പറഞ്ഞ് അവസാനം കൊണ്ടുവരുന്നത് ഇതൊക്കെ ആണ് എന്നുള്ള തലത്തിലേക്ക് എത്തിക്കുക. കാണപ്പെടുന്നതും കാണപ്പെടണമെങ്കിൽ എന്ത് വേണം? ആ ഉണ്മയെ നിഷേധിക്കാൻ പറ്റില്ലല്ലോ. ബ്രഹ്മമല്ലാത്തത് എന്താണുള്ളത്? ഒന്നുമില്ലല്ലോ. അപ്പൊ ബ്രഹ്മമല്ലാത്തത് ഞാൻ ചിലതൊക്കെ കാണുന്നുവല്ലോ, നമ്മളൊക്കെ ഉണ്ടല്ലോ. അതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി ഉണ്ടാവുമോ? ചോദ്യം. ഇത് നമ്മെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക. സർവം ബ്രഹ്മമയം. ഈ കാണുന്നവനെ പോലും എന്തായി? വേർതിരിക്കുന്നു. പിന്നെയോ അതും ഉപേക്ഷിക്കുന്നു. എല്ലാം ഇത് ശരിക്കും മനന പ്രക്രിയയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ഇവിടെ
മഹാവാക്യങ്ങളുടെ മനനം വഴിയായി ജീവാത്മാ പരമാത്മാക്കളുടെ ഐക്യത്തെ അറിഞ്ഞുകൊള്ളണം. ഇനിയൊന്നും പറയാല്ല, അല്ലാതെ വേറൊരു വഴി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടില്ല. മഹാവാക്യങ്ങളുടെ മനനം വഴി, മഹാവാക്യങ്ങൾ ജപിക്കാനുള്ളതല്ല, അത് മനനം ചെയ്യാനുള്ളതാണ്. അടിവരട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഗുരുനാഥൻ ഒരു മന്ത്രത്തെ തന്നു, ഒരു പഞ്ചാക്ഷരി മന്ത്രം തന്നോ, നമശിവായ എന്ന് പറഞ്ഞു തന്നാൽ അത് നിങ്ങൾ ജപിച്ചോളൂ എന്ന് പറഞ്ഞാൽ അത് ജപിച്ചാൽ മതി. അതിന്റെ അർത്ഥാനുസന്ധാനം വേണമെന്ന് നിർബന്ധമില്ല. പറഞ്ഞു മനസ്സിലായില്ല? അയാൾ പറഞ്ഞാൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഓം നമോ നാരായണായ, അല്ലെങ്കിൽ ഓം നമോ ഭഗവതി വാസുദേവായ എന്നൊക്കെ നമ്മളോട് പറഞ്ഞ് ഉപദേശിച്ചു തന്നാൽ, ഗുരുനാഥൻ അങ്ങോട്ട് പറഞ്ഞു തന്നാൽ നമ്മളോട് ചെയ്താൽ മതി. നിശ്ചിതവും നിയമിതവുമായി അങ്ങ് ചെയ്താൽ മതി. വിശ്വാസത്തോടുകൂടി ചെയ്താൽ മതി. അത് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് നമുക്കത് ഗുണമില്ലാത്തത്. നമുക്ക് ആയിരക്കണക്കിന് നാമം ജപിക്കും, പക്ഷേ ആയിരക്കണക്കിന് നാമം ജപിച്ചാലും നമുക്കൊരു വിശ്വാസമില്ല. വിശ്വാസത്തോടു കൂടി ഒരു നാമം ജപിച്ചാലും ഗുണമുണ്ട്. അതെങ്ങനെയാണ്? സ്ഥൂലദൃക്കിനെ സൂക്ഷ്മദൃക്കാക്കി തീർക്കുന്ന പ്രക്രിയയിലാണ്. സൂക്ഷ്മദൃക്കുകൾക്ക് മാത്രമേ ഈ ഒരു തലത്തിലേക്ക് ഉയരാൻ പറ്റുന്നുള്ളൂ. അവിടെ വേദാന്ത വാക്യങ്ങളാണ് നമുക്ക് കൂട്ടിന് ഉള്ളത്. ഈ വേദാന്ത വാക്യങ്ങൾ ഒരിക്കലും ജപിച്ചിരിക്കാനുള്ളതല്ല. ക്ഷീരബല 101 എന്ന് പറഞ്ഞ പോലെ അത് ആവർത്തിക്കാനുള്ളതല്ല. പിന്നെ എന്തിനുള്ളതാ? ഞാൻ തത്വമസി എന്ന് ജപിച്ചിരുന്നോളാം, അല്ലെങ്കിൽ അല്ലേ അയമാത്മാ ബ്രഹ്മ സർവം ഖല്ലിതം ബ്രഹ്മ എന്നൊന്നും ഇങ്ങനെ ജപിച്ചിരുന്നോളാം. ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. മറിച്ച് അതെന്ത് വേണം? അത് വിചാരം ചെയ്യേണ്ടതാണ്, മനനം ചെയ്യേണ്ടതാണ്. ഈ മനന പ്രക്രിയയിലൂടെ ആ മനനം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ നമ്മൾ വിചാരിക്കുക, എനിക്ക് മനനം ചെയ്യേണ്ടിയിരുന്നു, ഞാൻ മഹാവാക്യ മനനം ചെയ്യാൻ പോവാ. സാധ്യമല്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഈ മനനം എന്നുള്ളത് സ്വാഭാവികമായി തീരുന്നതാണ്. ഇപ്പൊ ഇവിടെ കേട്ട കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുകയാണ്, ഒരു പ്രാവശ്യം കേട്ടത് 10 പ്രാവശ്യം മനനം ചെയ്യണം. ഏതൊരു വിദ്യാർത്ഥിയും അവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് 100 പ്രാവശ്യം ഇരുന്ന് പഠിക്കാൻ കഴിയുമെങ്കിൽ പഠിക്കും. പക്ഷെ അതിലേറെ എത്രയോ നല്ലതാണ് ഒരു പ്രാവശ്യം കേട്ടതിന് 10 പ്രാവശ്യം മനനം ചെയ്യുക എന്നുള്ളത്. ഇതാണ് നമ്മുടെ ഗുരുനാഥന്മാര്, നമ്മുടെ ആചാര്യന്മാർ നമ്മളോട് പഠിപ്പിച്ചത്. ഇതായിരുന്നു ഗുരുകുല സമ്പ്രദായമൊക്കെ. മറിച്ച് എന്ത് ചെയ്യുന്നു? നമ്മളത് കാണാപ്പാഠം പഠിക്കുന്നു. അതുകൊണ്ട് പഠിക്കാൻ കഴിയില്ലെന്നൊന്നും പറയാൻ സാധ്യമല്ല. പക്ഷെ അത് എന്തുണ്ടാവും? അതിൻ്റെ അപ്പുറം ഇപ്പുറം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. നേരത്തെ പറഞ്ഞ പോലെ സ്വർണം കൊണ്ടുള്ള ആഭരണം ഉണ്ടാക്കി, സ്വർണ്ണമാല ഒരുക്കി ഈ വളയുണ്ടാക്കി എന്ന് പറയുമ്പോൾ അതൊന്നും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ അതേപടി പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അതിന്റെ മറ്റൊരു പതിപ്പാണല്ലോ ആര്യദ്രാവിഡ സംസ്കാരമൊക്കെ, ഇല്ലേ? ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചു. അല്ലെങ്കിൽ ഭാരതം മമ രാഷ്ട്രം സർവേ ഭാരതീയ മേ ഭ്രാതരഃ എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അത് നമ്മളുമായി തീർത്തും അന്യമാണ്. അധര വ്യായാമം എന്നോണം നമ്മളത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മെ ബാധിക്കുന്നില്ല. എന്താണ് ഞാൻ ഈ ചെയ്യുന്നത് എന്നത് എനിക്ക് ബാധകമല്ല, മറ്റൊരാളോട് ഉപദേശിച്ചു കൊടുക്കാം, അല്ലേ? ഗീതയിൽ നമുക്ക് കാണാൻ പറ്റും, അന്യചിന്ത കൂടാതെ ഏതൊരാളാണോ എന്നെ ഉപാസിക്കുന്നത്, അവിടെ എന്നെ എന്നുള്ളത് നോക്കണം, ഉപാസിക്കുന്നത്, അവർക്ക് ഉള്ളതെല്ലാം ഞാൻ സംരക്ഷിച്ചു കൊടുക്കും, വേണ്ടതെല്ലാം ഞാൻ കൊണ്ടു കൊടുക്കും. തീർത്തും മലയാളത്തിൽ വ്യാഖ്യാനിച്ചാൽ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. അനന്യ ചിന്തയന്തോമാം യജന പര്യുപാസതേ ശേഷം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അഹം വഹാമി യോഗം ക്ഷേമം. അഹം വഹാമി, ഞാൻ വഹിച്ചു കൊള്ളാം. അത് വഹിച്ചു കൊള്ളാം എന്ന് പറയുമ്പോൾ ആർക്ക്? അന്യചിന്ത കൂടാതെ. അവിടെ അന്യചിന്ത എന്ന് പറയുമ്പോൾ എന്നെ മാത്രം എന്ന് പറയുമ്പോൾ എത്രത്തോളം ആഴത്തിലേക്ക് അത് പോകുന്നു, എങ്ങനെയത് പോവാ? ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താ? വൈഷ്ണവര് വിഷ്ണു എന്ന് പറയുന്നു, ശൈവര് ശൈവൻ എന്ന് പറയുന്നു, ഗാണപത്യര് ഗണപതി എന്ന് പറയുന്നു, സൗര്യര് സൂര്യൻ എന്ന് പറയുന്നു, ശക്തേര് ശക്തി എന്ന് പറയുന്നു. ഇതൊക്കെ വിവിധ പേരുകളല്ലേ? പ്രാഥമിക തലത്തിൽ ഇത് തെറ്റാന്ന് പറയാൻ പറ്റില്ല. നമുക്ക് പറ്റുമോ? ഒരമ്പലത്തിൽ പോകുന്ന ഒരാള് അവിടെ ചെന്ന് ഒരു ഭാഗത്ത് ശിവനെ പോയി കൈകൂപ്പി, ഇപ്പുറത്ത് അവിടെ തന്നെ നിന്ന് ഒന്നും ഇങ്ങോട്ട് തിരിയുന്നത് കാണാം. തിരിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഗണപതിക്കകത്ത് ഇടുന്നതാണ്. അതെ,
കാരണം അപ്പോൾ വേറെ വേറെയാണെന്ന ചിന്തയാണ്. അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പോയി അവിടെ 2-3 ക്ഷേത്രമുണ്ട്, ഒന്നിൽ പോയപ്പോൾ ശിവനേറ്റ പരാതിയാവോ എന്നോട്, വേഗം അങ്ങോട്ട് ഓടി അയാളൊക്കെ കോപിക്കോ? കാരണം ഈ ഒരു തലമുണ്ട്, ഇല്ലെന്ന് പറഞ്ഞില്ല, പക്ഷെ അവിടെ തന്നെ ഇരുന്നാ പോരാ. പറഞ്ഞു മനസ്സിലായില്ല? ഇതൊക്കെ ഒരേ ഒരു തത്വത്തിന്റെ വിവിധ പേരുകളാണെന്ന് അറിയുമ്പോൾ എന്തായി? സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി, ക്രമികമായി ഉയർന്നു. ആ തരത്തിൽ അത് നമ്മൾ അവഗണിക്കുകയല്ല ചെയ്യുന്നത്. എന്നും അവിടെ ഇരുന്നാൽ പോരാ, ഒരു പടി മുകളിലേക്ക്. പിന്നെ എന്തായി? നേരത്തെ പറഞ്ഞതിന് മുമ്പ് നമ്മൾ ചിന്തിച്ച പോലെ ആകാശാത് പതിതം തോയം സാഗരം പ്രതിഗച്ഛതി സർവദേവ നമസ്കാരം ഈശ്വരം പ്രതിഗച്ഛതി. ഈ ഒരു തലത്തിലേക്ക് നമുക്ക് എത്തിച്ചു, പ്രമാണ വിചാരം ചെയ്ത് എത്തിച്ചു. അങ്ങനെ എത്തുന്ന തലത്തെ ഇത് വേറെയല്ല, ഇത് വേറെയല്ല എന്ന് മനസ്സിലായി. ഇനി ഈശ്വരനും നമ്മളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് അതും പഠിച്ചു. ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവന്ന് ഞാനും അതിൽ നിന്ന് വേറെയല്ല, തത്വമസി, അത് തത്വം അസി അത് പറയേണ്ടതല്ല. ആചാര്യന്മാർ അത് വ്യാഖ്യാനിക്കാൻ പറ്റുന്നതല്ല. കാരണം അത് സ്വാഭാവികമായി ആവുന്നതാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് ആരറിയുന്നുവോ അയാളുടെ ഭാവമാണത്, പ്രസംഗിക്കേണ്ടതല്ല. ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞ ഏതൊരു മഹാത്മാവ് നീ ബ്രഹ്മമല്ലെന്ന് പറഞ്ഞില്ല. ഞാൻ ബ്രഹ്മ അല്ലെങ്കിൽ നീയും ബ്രഹ്മമല്ല, ഞാനാണോ നീയുമാണ്. എന്താ? ഞാൻ ബ്രഹ്മമാണെങ്കിൽ നീയും ബ്രഹ്മം, ഞാൻ ബ്രഹ്മമല്ല നീയും ബ്രഹ്മമല്ല, അങ്ങനെ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് കേട്ടു? അയാൾ ബ്രഹ്മ, നമ്മളോ? അപ്പൊ പോയി തുടങ്ങായി. എന്തായി? നമസ്കാരാദികളൊക്കെ ആയി, ഇല്ലേ? നല്ലതാ ഏത് കാലത്താണോ. പക്ഷെ എല്ലാ കാലത്തും അങ്ങനെ നമസ്കരിച്ചും വീണും കഴിഞ്ഞാൽ മതിയോ? നീ തന്നെ ബ്രഹ്മം, ഞാൻ ബ്രഹ്മല്ല, ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ? അങ്ങനെ ഗുരു ശിഷ്യന്മാരായി ഇങ്ങനെ കഴിഞ്ഞു കൂടിയാൽ മതിയോ? ഗുരു ശിഷ്യന്മാരാവണ്ടേ? ആവാം. പക്ഷെ ഗുരു ശിഷ്യന്മാരായി തന്നെ നിലനിന്നാ മതിയോ? അത് ചിലപ്പോൾ ഗുരുവിന് ഗുണമായിരിക്കാം, ശിഷ്യന്മാർക്ക് അതിലേറെ ചിലപ്പോൾ ഗുണം ഉണ്ടായി വരില്ലേ? അങ്ങനെ നമ്മളെ രണ്ട് തട്ടിലാക്കി നിർത്തുകയല്ല ചെയ്യുന്നത്. മുകളിൽ നിന്ന് താഴോട്ട് തന്നെ ഒഴുകുകയുള്ളൂ, അല്ലാതെ ഇവിടുന്ന് മോളിക്ക് പോവില്ല. അതുകൊണ്ട് ഇതെല്ലാം വേണം. സാമ്പ്രദായികമായി നമ്മളത് പാലിക്കുന്നുണ്ട്. ഗുരുശിഷ്യ തച്ചിഷ്യ പരമ്പരയാ, ഗുരുശിഷ്യ പ്രശിഷ്യ തച്ചിഷ്യ പരമ്പരയാ ഇത് പ്രചരിച്ചു വന്നിട്ടുണ്ട്. പുത്ര പൗത്ര പരമ്പരയാ പ്രചരിച്ചു വന്നു. 2 കൈവഴികളായി ഇത് പ്രചരിച്ചു വരുന്നുണ്ട്. ഇന്ന് ഒരു കൈവഴി കുറച്ച് കെട്ടിക്കിടക്കുകയാണ്. പറഞ്ഞു മനസ്സിലായില്ല? എന്തായാലും മറ്റൊരു വഴിക്കൂടെ നന്നായിട്ട് പോകുന്നുണ്ട് എന്ന് ഇപ്പോ അഭിമാനിക്കുക, അല്ലേ? അതാണല്ലോ നമ്മളൊക്കെ വിചാരം, അല്ലേ? ഇതൊന്നും ഞങ്ങളുടെ ആരും പണിയൊന്നല്ല. ഇത് കുളത്തൂരിന്ന് സ്വാമിജി വരട്ടെ, അല്ലെങ്കിൽ അവിടുന്ന് ആരെങ്കിലും വരട്ടെ, എന്നിട്ട് ക്ലാസ് എടുക്കട്ടെ, എന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കട്ടെ. തെറ്റ്. ആരാണ് ചെയ്യേണ്ടത്? നമുക്കിതൊന്നും ഒരു ബാധകമല്ല. പുത്ര പൗത്ര പരമ്പരയാ നമുക്കും ഈ ഒരു ദൗത്യമുണ്ട്. ഈ കേട്ടതിന് മക്കളോട് പറഞ്ഞു കൊടുക്കലും, അവനവന്റെ മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ കേൾക്കുന്ന മക്കളോട് പറഞ്ഞു കൊടുത്ത് ഞാനും ഈ ഒരു ദൗത്യ നിർവഹണത്തിൽ പങ്കെടുക്കണം എന്നുള്ള ബോധം പൊതുവേ ഇല്ല. ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞു, പൊതുവേ. സന്യാസിയുടെ മാർഗത്തിൽ സന്യാസി അല്ലല്ലോ ഉപദേശിക്കേണ്ടത്. സന്യാസി ഉപദേശിക്കാൻ എവിടെയും പറഞ്ഞു ഒരു ശാസ്ത്രം പറഞ്ഞില്ല. ആപദ്ധർമ്മം എന്നോണം ഉപദേശിക്കാനേ പറഞ്ഞുള്ളൂ. സന്യാസമാർഗം ഒന്ന് വേറെ തന്നെയാണ്. ഇതൊന്നും വേണ്ട, അതൊന്നും വേണ്ട, എല്ലാം ഉപേക്ഷിക്കാൻ വേണ്ടി, ഇല്ലേ? അങ്ങോട്ട് പോകും. ആ ഉപേക്ഷിക്കുന്ന ആള് ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ? ഒരു വൈപരീത്യം തന്നെയല്ലേ അത്? പക്ഷെ അത് പറയേണ്ട ഗതികേട് വരുന്നു. എന്തുകൊണ്ട്? ആപദ്ധർമ്മം എന്നോണം. എല്ലാം ആപദ്ധർമ്മമായിട്ട് ഏറ്റെടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇത് ലോകത്തിന്റെ സനാതന ധർമ്മത്തിന്റെ ആ സനാതനത്വത്തിന് വേണ്ടിയാണ് എന്നുള്ള ബോധത്തോടു കൂടി എന്നാണോ ആ പരമ്പര, ഗുരുശിഷ്യ പരമ്പര വേറെ, ഈ പുത്ര പരമ്പര മുന്നോട്ട് വരുന്നത്, അന്ന് അവർ കസേര ഒഴിഞ്ഞു കൊടുക്കും. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇത് കുടുംബസങ്കല്പത്തെ കുറിച്ച് ക്ലാസ് എടുക്കേണ്ടത് സന്യാസി,
ക്ഷേത്ര ആരാധനയെക്കുറിച്ച്, ഉപാസനാ തലങ്ങളെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്നത്? ചിന്തിച്ചു നോക്കൂ. പഞ്ചമഹായജ്ഞങ്ങളെ കുറിച്ച് ക്ലാസ് എടുക്കേണ്ടത് സന്യാസി? ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് സൗരബോധം പഠിപ്പിക്കേണ്ടതൊക്കെ അത് തന്നെ. അതെ, സാമൂഹികവും ഇല്ലേ ഒക്കെ പഠിപ്പിക്കേണ്ടത് ആരാ? ഒന്ന് ആലോചിച്ച് നോക്കൂ. വിസിറ്റിംഗ് പ്രൊഫസർ സ്വാമിജി. അല്ല, ചിന്തിച്ചു നോക്കൂ. ഓരോന്നും അത് എന്തുകൊണ്ടാണ് വരേണ്ടി വരുന്നത്? ശങ്കരാചാര്യസ്വാമികള് ഇനി ഗുഹകളിൽ ഇരുന്നാൽ പോരാ, ഗിരികളിൽ ഇരുന്നാൽ പോരാ, അല്ലേ? സാധാരണക്കാരുടെ ഇടയിലേക്ക്, സാധാരണക്കാരെന്ന് പറഞ്ഞാൽ സമൂഹം തീർത്തും അധസ്ഥിതനെന്ന് മുദ്ര കുത്തിയ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്ന് വരെ ആഹ്വാനം ചെയ്യാൻ കാരണം എന്തുകൊണ്ടാണ്? ഏറ്റവും അങ്ങോട്ട് താഴേക്കിടയിൽ ചെന്നിട്ട് തീർത്തും അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും കുടുങ്ങിക്കിടക്കുന്നവർ അവരെക്കാട്ടിലും താഴേക്ക് അന്ധവിശ്വാസമാണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ പോയിട്ട് അവരെ പൊക്കിക്കൊണ്ടുവരണം. അതെ, അതുവരെ അല്ല താഴ്ന്നത്, അവരെക്കാളും താഴാൻ തയ്യാറാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എന്നിട്ടും തന്റെ നില മറക്കുന്നില്ല. ഇങ്ങനെയാ കൊണ്ടുവരുന്നത്, മുകളിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്നിട്ട് പല മേഖലയിൽ, അത് കീർത്തനങ്ങളായാലും ആരാധനാ സമ്പ്രദായങ്ങളായാലും വലിയ വേദാന്ത പഠന പാഠനങ്ങളായാലും ഒന്നിന് അനുകൂലമല്ലെന്ന് തോന്നിക്കുന്ന വിധത്തിലാണുള്ളത്. കീർത്തനങ്ങൾ വായിക്കുന്ന സമയത്ത്, ദേവീ സ്തുതിപരങ്ങളായ സ്തോത്രങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് തീർത്തും എന്താണ്, ഒരു ലൗകികന്റെ തലത്തിലേക്ക് എന്ന പോലെ അല്ല, എന്നാൽ പോലെ ക്രമികമായി ഒരു ശ്രീനാരായണ ഗുരുദേവനെ തന്നെ എടുത്താൽ ആത്മോപദേശ ശതകം വായിച്ചു കഴിഞ്ഞാൽ ശങ്കരാചാര്യസ്വാമികളുടെ ഈ വേദാന്ത പ്രകരണ ഗ്രന്ഥങ്ങളുമായിട്ട് നോക്കുമ്പോൾ അത് വേർതിരിക്കാൻ കഴിയാത്ത വിധത്തിൽ, എന്നാൽ അതിന് വിപരീതമായും മറ്റു ചില തലങ്ങളിൽ പല മേഖലയിലൂടെ ഏത് തരത്തിൽപ്പെട്ട ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അതൊക്കെ ഓരോ പ്രകരണ ഗ്രന്ഥം, ഇപ്പോ ഏകശ്ലോകി മുതൽ 2000 ചില്ലാനം ശ്ലോകങ്ങളുള്ള സർവ്വ വേദാന്ത സിദ്ധാന്ത സാരസംഗ്രഹം വരെയുള്ള പ്രകരണ ഗ്രന്ഥങ്ങളെ രചിച്ചെന്ന് പറയുന്നു. ഏതായാലും ഇതൊക്കെ എന്തായാലും ആചാര്യസ്വാമികളെ വാക്യങ്ങളായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതില് ഓരോന്നിലും നമ്മെ ക്രമികമായി ഉയർത്തിക്കൊണ്ടുവരിക. ബ്രഹ്മസൂത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകാശം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നർത്ഥം പറയും. ആകാശം ബ്രഹ്മം. ആകാശം ബ്രഹ്മമാണോ? ഇപ്പൊ അവകാശത എന്ന അർത്ഥത്തിൽ അത് നമ്മൾക്ക് പറ്റുന്ന വിധത്തിൽ ആകാശം എന്ന് നമ്മൾ പഠിച്ച് പാസ്സായതാണ്. പഞ്ചഭൂതങ്ങളിൽ ഒന്നായ ആകാശം ആദ്യമായി സംഭവിച്ചത് എന്ന അർത്ഥത്തിൽ, ഒന്നാമത്തെ ഭൂതം ഭവിച്ചത് ഉണ്ടായതെന്ന അർത്ഥത്തിൽ അത് ബ്രഹ്മമാണെന്ന് ബ്രഹ്മസൂത്രം സമർത്ഥിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അവിടെ ഗുണസാമാന്യം കൊണ്ട് എന്ന് പറയും. ഗുണസാമാന്യം എന്താണ് ആകാശത്തിന്റെ ഗുണം? സർവ്വവ്യാപകത എന്നുള്ള അത് അതിന്റെ സാമാന്യം വെച്ച് നോക്കുമ്പോൾ ബ്രഹ്മം. പറഞ്ഞു മനസ്സിലായില്ലേ? സർവവ്യാപിയാണ് ഈശ്വരതത്വം, ബ്രഹ്മം എന്ന് പറയുന്നു. ആകാശവും സർവവ്യാപിയാണെന്ന് പറയുന്നു, അല്ലെ? ഇങ്ങനെ ഈ രണ്ടിന്റെയും ആ സമാനത കൊണ്ട് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആകാശം, ആകാശം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. നോക്കണേ കൊണ്ടുപോണത്. ഇവിടെയും നമ്മൾ ഘടിപ്പിക്കുന്നു ഗുണസാമാന്യം കൊണ്ട്. ഏത് നമ്മൾ പഠിച്ചു, ഞാൻ എന്ന് പറയുന്നുണ്ട്. നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ ബോധത്തോടുകൂടി നമ്മൾ പറയുന്നത് ഏതാ? ഞാൻ എന്നുള്ളതാണ്. ആ ഞാൻ എന്നുള്ളത് ബ്രഹ്മമാണ് എന്ന് പറയാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അത് ഇതുവരെ പഠിച്ചതാണല്ലോ. ഞാൻ എല്ലാവർക്കും ബോധമുണ്ട്. ബ്രഹ്മത്തിൽ ബോധത്തോടു കൂടിയായിരിക്കുന്നതല്ലാതെ ആരും ബോധമില്ലാത്തവരൊന്നുമല്ല. പക്ഷെ അതിന് വേർതിരിച്ചറിഞ്ഞിട്ടില്ല. ഏതായാലും ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരു സാധനാ ചതുഷ്ടയ സമ്പന്നനായ ഉത്തമ ശിഷ്യന് ഈ മേൽപ്പറഞ്ഞ മഹാവാക്യങ്ങൾ ഉപദേശിക്കുന്നു. ഏതാ ഉപദേശിക്കുന്നത്? മഹാവാക്യ വിചാരത്തിനായിക്കൊണ്ട്, മനനം ചെയ്യാനായിക്കൊണ്ട്. അത് പഠിച്ചാൽ മതി, കൂടുതലൊന്നും പഠിക്കണ്ട. ആദ്യമായി ബ്രഹ്മത്തിന്റെ ലക്ഷണ നിർവചനം ചെയ്യുന്നതിലേക്കായിട്ടാണ് ആദ്യം പറയുന്നത്. ഏത്? എന്താ പറയണത്? പ്രജ്ഞാനം ബ്രഹ്മ ഉപദേശിച്ചു. പ്രജ്ഞാനം ബ്രഹ്മ, പ്രജ്ഞാനമാണ് ബ്രഹ്മം. പ്രജ്ഞാനം പ്രകൃഷ്ടം ജ്ഞാനം എന്നർത്ഥം. ശ്രേഷ്ഠമായ അറിവ്
ഏറ്റവും അല്ലേ, അതേതാണ് അറിവ്? ഏതൊന്നറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായിത്തീരുന്നുവോ ആ അറിവ് ബ്രഹ്മമാകുന്നു. ഇവിടെ അറിവ് ബ്രഹ്മം എന്ന് പറയുമ്പോൾ ഈ കാണപ്പെടുന്ന അറിവുകളൊക്കെ ബ്രഹ്മമാണോ എന്നൊരു ചോദ്യം വരും. ആ അറിവിനൊട്ട് അറ്റവും ഇല്ലല്ലോ, അപ്പൊ വേദാന്തം എന്ന് പറയാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞു സ്വർണ്ണ ആഭരണ വൈവിധ്യങ്ങൾ എന്ന നിലയ്ക്ക് ലക്ഷക്കണക്കിന് അറിവുകൾ ഉണ്ടാവാം അല്ലെ. ആഭരണ വൈവിധ്യങ്ങളെ കുറിച്ച് ലക്ഷക്കണക്കിന് അറിവുകൾ വേണം. അത് ലക്ഷക്കണക്കിന് ഉണ്ടെങ്കിൽ 1,001 അറിയാനിരിക്കുന്നേയുള്ളൂ. അതിനറ്റമില്ല. എന്നാൽ ഇതെല്ലാം സ്വർണ്ണാഭരണമായതുകൊണ്ട് സ്വർണത്താൽ ലിപ്തമാണത്. ആ സ്വർണത്തെ അറിഞ്ഞാൽ എല്ലാറ്റിനെയും അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ചോദ്യം, സ്വർണത്തെ അറിഞ്ഞതുകൊണ്ട് അത് ആഭരണത്തിന്റെ ഗുണം ചെയ്യുമോ? എന്നാൽ നിങ്ങൾ എന്റെ സ്വർണം ഇങ്ങോട്ട് തന്നേക്കും, ആഭരണം നിങ്ങൾ എടുത്തോളൂ. ആഭരണത്തിന് ഉണ്മയെ നൽകുന്നത് ആരാ? സ്വർണമാണ്. ഏത് വൈവിധ്യങ്ങൾക്കും ഈ വ്യാവഹാരിക സത്യത്വത്തിന് നിലനിൽക്കണമെങ്കിൽ പാരമാർത്ഥിക സത്യത്വം കൂടിയേ തീരൂ. വ്യാവഹാരിക സത്യത്വം ഇല്ലെങ്കിലും പാരമാർത്ഥിക സത്യത്വം ഉണ്ട്. പാരമാർത്ഥിക സത്യത്വത്തിന് നിലനിൽക്കാൻ വ്യാവഹാരിക സത്യത്വത്തിന്റെ ഔദാര്യമൊന്നും വേണ്ട. നുരയും പതയും തിരയുമാണെങ്കിലും അതിനെക്കുറിച്ച് അറിഞ്ഞാലും അത് വെള്ളമല്ലാതെ മറ്റൊന്നുമല്ല. പക്ഷെ വെള്ളത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെല്ലാം അറിഞ്ഞതായി തീർന്നു. ഓട്ട് വിളക്ക്, ഇങ്ങനെ എത്രയെത്രയോ തലങ്ങളിലൂടെ നമ്മെ ബോധവാന്മാരാക്കുക. ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ പ്രജ്ഞാനം ബ്രഹ്മ, പ്രകൃഷ്ടമായ ജ്ഞാനം, ശ്രേഷ്ഠമായ അറിവ്, അടിസ്ഥാനമായ അറിവ്. ഇതിനെ ബോധിപ്പിക്കാൻ വേണ്ടി എള്ളിനുള്ളിൽ എണ്ണ എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇല്ലേ? എള്ളിനുള്ളിൽ എണ്ണ എന്ന കണക്കെ എന്നുള്ളിലുണ്ട് ഈശ്വരൻ എന്നറിയാൻ ഉള്ള വണ്ണം തന്നെ കാട്ടിത്തരും ഗുരു നിത്യം ഗുരുപാദം കുമ്പിടുന്നേ. ലളിതമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലേ, എള്ളിനുള്ളിലാണോ എണ്ണ, പുറത്താണോ? ആ സകലം എണ്ണയാണ്. പക്ഷെ അത് ലഭിക്കണമെങ്കിൽ ഇന്ന പ്രക്രിയകളൊക്കെ വേണം, ചിലതൊക്കെ ചെയ്യണം. ഏതൊക്കെ? പാകത്തിന് വിളവെടുത്ത് ഉണക്കിയിട്ട് ഉണക്കം പാകാവണം, എന്നിട്ട് അത് ആട്ടണം, എന്നിട്ട് അതിന്റെ പിണ്ണാക്ക് മാറ്റണം. അപ്പോ എണ്ണ കിട്ടുന്നത് പോലെ ഉള്ളിലെന്ന് പറഞ്ഞത് വാക്ക് വ്യവഹാരം കൊണ്ട്, ഇതിന്റെ പരിമിതി കൊണ്ട് പറഞ്ഞതാണ്. അല്ലാതെ പരമാർത്ഥത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഉള്ളിലെന്നോ പുറത്തെന്നോ പറയാൻ പറ്റില്ല, ഇവിടെയെന്നോ അവിടെയെന്നോ പറയാൻ പറ്റില്ല. അത് തന്നെയല്ലേ ഉപനിഷത്തും പറഞ്ഞ ദൂരെ, ഈശ്വരൻ അവിടെയാണ്. ഓ അവിടെയാണോ? അപ്പൊ ഇവിടെ ഇല്ല, അവിടെയുണ്ട് ഇവിടെയുണ്ട്. അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ എവിടെ ഇല്ലാത്തത്? സർവസ്യ ബാഹ്യത, എല്ലായിടത്തും ഉണ്ട്. ഈ ഒരു തലത്തിൽ നമ്മളെ കൊണ്ടുവരിക. അതാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയുന്നുവോ ആ അറിവിന്റെയൊക്കെ അടിസ്ഥാനമായ അറിവ്. ആ അറിവ് രണ്ടുണ്ടാവാൻ വഴിയില്ല. ആ അറിവ് രേഖപ്പെടുത്തിയത് എന്ന പുസ്തകത്തിലാണ്, പുസ്തക രൂപത്തിലാണ് വേദം 4 എന്ന് പറഞ്ഞത്. സ്വാമിജി അതിനകത്ത് ലളിതമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു കുട്ടി കണക്ക് ബുക്ക് കയ്യിൽ പിടിച്ചു കൊണ്ടുവരുന്നു. കുട്ടിയോട് ചോദിച്ചു, എന്താ കയ്യിൽ മോനെ? അത് കണക്കാണ്. കണക്കെന്ന വിഷയം കൈ പിടിച്ച് നടക്കാൻ പറ്റുമോ? തന്നെ ചോദിച്ചത് അല്ലേ? എന്താ പറഞ്ഞിട്ടത് ഇല്ലേ? പറഞ്ഞില്ലേ? കണക്കെന്ന പുസ്തകം, കണക്ക് കൈ പിടിച്ച് നടക്കാൻ പറ്റുമോ? കണക്കെന്ന വിഷയം ഇല്ല. അപ്പൊ കുട്ടി അർത്ഥമാക്കിയത് എന്താ? കണക്ക് എന്ന് പറഞ്ഞതിലൂടെ കണക്കെന്ന വിഷയം രേഖപ്പെടുത്തിയ പുസ്തകം ആണ് അത്. അതുപോലെ പാരമാർത്ഥികമായ അറിവ് രേഖപ്പെടുത്തിയ പുസ്തകങ്ങൾ എന്ന അർത്ഥത്തിൽ അത് അനേകം ഉണ്ടാവാം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന കണക്കെ. അല്ലാതെ വേദം എത്ര ഉണ്ടെന്ന് വെച്ചാൽ എത്രയാ? വേഗം ഏകസ്വരൂപമാണ്. ഇത് മറക്കരുത്. കുട്ടികളെ ചോദിച്ചാൽ നമ്മൾ പറയും വേദം എത്രയുണ്ട്? വേദം 4. പരമാർത്ഥത്തിൽ പറഞ്ഞാൽ വേദസ്വരൂപം ഏകമാണ്. ആ വേദം ഒന്നേ ഉള്ളൂ, ആ അറിവ് ഒന്നേ ഉള്ളൂ. അതെന്നെ എവിടെയും പറഞ്ഞത്. പ്രജ്ഞാനം ബ്രഹ്മ, അറിവ് ഒന്നേയുള്ള ശ്രേഷ്ഠമായ അറിവ്, എല്ലാറ്റിനും മുകളിൽ പരം താല്പര്യം നിർണയം ചെയ്യുന്ന അറിവ് രണ്ടുണ്ടാവാൻ തരയില്ല. വ്യക്തം. പക്ഷേ വ്യവഹാരത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നു. ഈശ്വരൻ രണ്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈശ്വരൻ രണ്ടില്ല, അദ്വൈതം എന്നൊക്കെ നമ്മൾ പറയും. 2 ഈശ്വരന്മാർ സംഭവിക്കില്ല. ഉണ്ടെങ്കിൽ ഒരു ഈശ്വരൻ മറ്റൊരു ഈശ്വരന് നിയന്ത്രണത്തിൽ വിധേയമായിരിക്കണം.
രണ്ട് ഈശ്വരന്മാർ സംഭവിക്കില്ല. യുക്തിയാണ് അവിടെ. സാമാന്യ യുക്തി മതി, വിശേഷ യുക്തിയൊന്നും വേണ്ട. രണ്ടാള് നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ അല്ലേ, ഈശ്വരനം യത് കരോതി, ഇത് ഈശ്വരൻ എന്ന ശബ്ദം പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളത്. ഈശ്വരൻ ചെയ്യുക എന്നുള്ള കർത്തൃത്വം ആരിൽ ആരോപിക്കുന്നുവോ, പരം താല്പര്യം, എല്ലാറ്റിനെയും നിറയും, സർവേശ്വരൻ, പരമേശ്വരൻ, ജഗദീശ്വരൻ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ പറയേണ്ടത് മനുഷ്യേശ്വരൻ, പട്ടീശ്വരൻ, പൂച്ചേശ്വരൻ എന്നൊക്കെ പറയേണ്ടി വരും. അങ്ങനെയാണ് സംഭവിച്ചു. ഇവിടെ ജഗദീശ്വരൻ, ജഗത് എന്ന് പറയുമ്പോൾ ജഗതീതി ജഗത്ത്, ചലനാത്മകമായത് യാതൊന്നുണ്ടോ? സർവ്വ ചലനങ്ങൾക്കും, അവിടെ ചലനം എന്നുള്ളതിനെ നമ്മൾ പഠിച്ചു. അസ്ഥി, ജായതേ, വർദ്ധതേ, വിപരിണമതേ, അപക്ഷീയതേ, നശ്യതേ, ചലനമാണ്. ശങ്കരാചാര്യൻ നമ്മൾ ഇതുവരെ വന്നു, അത് ചലനമാണ്. ഒരു വാഹനം ഓടണമെങ്കിൽ ഓടുന്ന വാഹനത്തിന് ഓടാത്തൊരു പ്രതലം ആവശ്യമാണ്. എങ്കിൽ എല്ലാത്തിനെയും ഇതെല്ലാം ചലനാത്മകമാണ്. ചലിക്കാത്തതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. സൂര്യനെ കുറിച്ച് ചിന്തിച്ചൂടെ എന്ന് വെച്ചാൽ സൂര്യനും ചലിക്കുന്നതാണ്. സൂര്യൻ അടങ്ങുന്ന കുടുംബം ഒന്നിച്ച് ചലിക്കുന്നു അല്ലേ? അപ്പൊ ചലിക്കാത്തതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ സാധ്യമല്ല. എങ്കിൽ അതുണ്ട്, ഇല്ലാതിരിക്കില്ല. ആ അടിസ്ഥാനത്തിൽ അല്ലാതെ ചലനം എന്നുള്ളത് നടക്കില്ല. എങ്കിൽ അതെന്ത്? അതിനെ ഞാൻ ഈശ്വരൻ എന്ന് പറഞ്ഞത്. ആ ഈശ്വരൻ രണ്ടുണ്ടാവില്ല. ആ ഈശ്വരനെ കുറിച്ച് അറിവും രണ്ടുണ്ടാവില്ല. എന്താ ഇങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എന്നിൽ നിന്ന് അന്യമാണ്. ഇതൊക്കെ ഇപ്പൊ എന്നിൽ നിന്ന് അന്യമായി മനസ്സിലാക്കിയതാ. എന്നിൽ നിന്ന് അന്യമല്ലാതെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പ്രസംഗമില്ല, ക്ലാസ്സില്ല. ശരി, അങ്ങനെ മനസ്സിലാക്കുന്ന മനസ്സിലാക്കിക്കാൻ നമുക്ക് ഏറ്റവും ഗുണകരമായത് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? വേദമൊന്നും വേണ്ട, ഉപനിഷത്തുകളൊന്നും വേണ്ട. പിന്നെ എന്താ വേണ്ടത്? വേദത്തിൽ തന്നെ ഋഗ്വേദം എന്ന് പറഞ്ഞാൽ മന്ത്രപ്രധാനം. ഋക്കുകളെ കൊണ്ട് നിബന്ധിക്കപ്പെട്ട വേദത്തെ ഋഗ്വേദമെന്നും, ഗദ്യപ്രധാനമായതിനെ യജുർവേദമെന്നും, ഗാനപ്രധാനമായതിനെ സാമവേദമെന്നും ഇല്ലേ, മറ്റൊരു ഭാഗത്തിൽ അഥർവവേദമെന്നും. അപ്പോൾ തന്നെ വേദലക്ഷണം തികഞ്ഞത് ഋക്ക്, യജുസ്, സാമം എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു. ഇതൊക്കെ ചിന്തിക്കുന്ന വിഷയം, വേദിയാണല്ലോ ഇത്. ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാലും വാസ്തവത്തിൽ വേദസ്വരൂപം ഏകമാണ്. അതെങ്ങനെ എന്ന് നമ്മൾ മനനം ചെയ്തെടുക്കണം. അതിൽ തന്നെ വേദസാരം എന്തെന്ന് ചോദിച്ചാൽ എന്താ പറയുക? വേദസാരം എന്നെടുക്കുന്നതാണ് വേദസാരം. എന്ന് വേദസാരം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ ക്ലാസ് തുടങ്ങുന്നുള്ളൂ. ഏതാ വേദസാരം? ഓം. വേദസാര നിത്യം എടുത്തിട്ടേ നമ്മൾ ബാക്കി വിഷയങ്ങളിലേക്ക് വരുന്നുള്ളൂ. അത് ഓം എന്നാണ്. പിന്നെ അതൊന്ന് എഴുതി തരൂ എന്ന് പറഞ്ഞാൽ അത് പ്രണവം എന്നാണ്. അതൊന്ന് ചിഹ്നമായിട്ട് കാണിച്ചു തരൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. ഇനി അതുകൊണ്ടും മനസ്സിലാവാത്ത ആളുകൾക്ക് മുഖ്യമായി 4 മഹാവാക്യങ്ങളെ തന്നിരിക്കുന്നു. അതിൽ ഉള്ള ആ മഹാവാക്യ വിചാരം കൊണ്ട് ഇതിനെ അറിയേണ്ടതാണ്. ആ മഹാവാക്യങ്ങളിൽ ആദ്യത്തേത് പ്രകൃഷ്ടമായ ജ്ഞാനം ബ്രഹ്മമാകുന്നു. പ്രജ്ഞാനം ബ്രഹ്മ. ഇനി അതിനെ വിചാരം ചെയ്യും. അതിനെ വിചാരം ചെയ്തിട്ട് മനസ്സിലായില്ലേ എന്നാൽ അടുത്തത് വിചാരം ചെയ്തോളൂ. 4 വിചാരം ചെയ്യുമ്പോഴേക്കെങ്കിലും ആയിക്കോളും. ഇനി അതുകൊണ്ടും വിചാരം ചെയ്തിട്ട് എത്തിയില്ലേ എന്നാൽ പിന്നെ ഒരു വേദം എടുത്തോളൂ. ഋഗ്വേദാക്കാം. ഋഗ്വേദത്തിലെ ഏത് എടുക്കണം? ഋഗ്വേദശാഖായാം ഏകവിംശതി സംഖ്യയാഹ, 21 ശാഖകളുണ്ട് എന്ന് അതിലൊന്നും എടുക്കാം. അതിൽ തന്നെ ഏത് ഭാഗം എടുക്കണം? സംഹിത, ബ്രാഹ്മണ, ആരണ്യക, ഉപനിഷത്ത് 4 ഓളയങ്ങളായിട്ടുണ്ട്. അതിൽ ഏത് ഭാഗം എടുക്കേണ്ടത്? ഇഷ്ടം പോലെ എടുത്തോളൂ. ഇങ്ങനെ പോയി ശിഖരങ്ങളിലേക്ക്, ചുള്ളിക്കമ്പിലേക്ക്, ഇലകളിലേക്ക് പോയി എന്താവുന്നു? അതിനൊക്കെ സമയമുണ്ടോ നമുക്ക്? അപ്പോഴാണ് എനിക്ക് പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളതിനെ തന്നെ മനനം ചെയ്ത് തരൂ, അത് മതി എനിക്ക് എന്ന് പറയുമ്പോൾ അത് മനനം ചെയ്താൽ മതിയെങ്കിൽ അതിനൊപ്പം നമ്മൾ വരണം. സ്വാമിജി എപ്പോഴും പറയുന്ന വാക്കുണ്ട്, ഒന്നിച്ചു പോകണം കേട്ടോ. എന്താ ഈ ഒന്നിച്ചു പോകാതിരിക്കാൻ എന്താ കാരണം? ഒന്നിച്ചു പോയാൽ അത് മതി. ഒരു പ്രണവാർത്ഥ വിചാരം ചെയ്താൽ മതി. അങ്ങനെ ഒന്നിച്ചു പോകുന്നവർക്കാണല്ലോ പ്രണവ ഉപാസന കൊടുത്തത്. പറഞ്ഞു മനസ്സിലായില്ല? സന്യാസിക്ക് പ്രണവോപാസന കൊടുത്തു എന്നാൽ അവർക്കത് മതിയല്ലോ.
പറഞ്ഞ മനസ്സിലായില്ല? അപ്പൊ ആരായിരുന്നു ആ ഒന്നിച്ചു പോകുന്നവര്? നമ്മളത്തെ എന്തുകൊണ്ട് ഇവിടെ എത്തിക്കാൻ കഴിയുന്നില്ല? നമ്മൾ ഒന്നിച്ചു പോവാത്തതുകൊണ്ട്. ഏതില്? ഇവിടെ ഒന്നിച്ചു പോവാന്നല്ല പറഞ്ഞത്. ഒരു സാത്വിക ആഹാരം കുറച്ചു കാലം മുമ്പ് ഒക്കെ ആണെങ്കിൽ ഒരു വീട്ടില് നിത്യവും ഈ നേരം വെളിച്ചായാൽ പാത്രം കൊണ്ട് റോഡിലേക്ക് ഇറങ്ങുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. പറഞ്ഞ മനസ്സിലായോ? ഇവിടെയുള്ള ആൾക്കാരെ പറ്റിയൊന്നല്ല കേട്ടോ പറഞ്ഞത്. സാത്വിക അംശം കൂടുതലുണ്ടായിരുന്നു. രാജസികം വേണ്ടെന്ന് പറഞ്ഞില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അത് മാസത്തിലൊന്നോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ഒക്കെ അതിൽ ഇല്ലേ രാജസിക ആഹാരങ്ങൾ ഉണ്ടായിരുന്നു, താമസിക ആഹാരങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് രാജസികവും താമസികവുമാണ് കൂടുതലുള്ളത്. സാത്വികാംശം ഒരു മാസത്തിലൊന്നോ മറ്റോ കിട്ടിയാലായി. ഫ്രിഡ്ജും കൂടി ഉള്ളതുകൊണ്ട് താമസിക ആഹാരവുമായി. അപ്പൊ താമസികവും രാജസികവും നിത്യനിരന്തരമാണ്, ഇടതടയില്ല. സാത്വിക ആഹാരം എപ്പോഴെങ്കിലും ഒന്ന് കിട്ടിയാലായി. ഇത് നേരെ വിപരീതമായിരുന്നു മുമ്പ്, അല്ലെ? സാത്വികാംശം കൂടുതലായിരുന്നു. ഇനി ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ സ്വാധീനം നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ലഭിക്കുന്ന ഏതാ? ആഹാരം എന്ന് പറയുമ്പോൾ ആഹാരന്തീതി ആഹാരം എന്നാണല്ലോ. ഇന്ദ്രിയങ്ങളുടെ ഉൾവലിക്കുന്നത് എല്ലാം ആഹാരമാണല്ലോ. കാണാൻ കിട്ടുന്നത് എന്താ? നമ്മൾ വായിച്ചെടുക്കുന്നത് എന്താ? മുഴുവൻ രാജസികവും താമസികവും. സാത്വികമായത് എന്താ ഇപ്പൊ കിട്ടാറുള്ളത്? വളരെ കുറവ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒന്നിച്ചു പോവലുണ്ടാവുന്നില്ല. മനസ്സിലാവില്ല. മറിച്ച് പറ്റും. എങ്ങനെ? ഇപ്പൊ ഈ ഒരു കാലത്തൊക്കെ പറ്റുന്നുണ്ട്. കുറച്ച് പേര് കഴിഞ്ഞു, സമയം കഴിഞ്ഞു. കുറച്ച് അല്ലെങ്കിൽ വല്ല ആശ്രമങ്ങളിലും പോയിരിക്കും. അത് നമുക്ക് സാധ്യമാവുമോ ഒന്നിച്ചു പോകാൻ? ഇനി ഇതിപ്പോ 23-ാം തീയതി മുതൽ വേണമെങ്കിൽ പോകാനുണ്ട്. 7 ദിവസം അങ്ങനെ ഒന്നിച്ചു പോവാം. ആ ഒന്നിച്ചു പോകുന്നതിന് അല്ലാത്ത സമയത്ത് അല്ലാതെ ഒന്നിക്കാതെ പോകുന്നതിലേറെ എത്രയോ മേന്മയുണ്ട്. പറയുമ്പോൾ 14-ാം അധ്യായത്തിലെ ആ ഗീത പഠിക്കാനല്ലേ ഞാൻ പോണത്, ഇവിടെ നിന്ന് പഠിച്ചൂടെ എന്ന് ചോദിച്ചേക്കാം. പക്ഷെ ആ ക്രമികമായി ആ ഒന്നിച്ചുള്ള പോക്കുണ്ടല്ലോ, വേറെ ഒന്നിനും നമ്മുടെ ബ്രെയിനിനെ, നമ്മുടെ മസ്തിഷ്കത്തിന് വേറെ ഒന്നിലേക്കും നിയോഗിക്കാതെ. ആട് അല്ലേ പയറിലേക്ക് ഇറങ്ങിയ പോലെ അല്ലാതെ എല്ലാം ഒന്ന് കടിച്ചു നോക്കുമല്ലോ ആട്, അല്ലേ? ഒന്നും മുഴുമിക്കില്ല. അതുപോലെയുള്ള സ്ഥിതി അല്ല ഉണ്ടാവുന്നത്. രാവിലെ 4 മണിക്ക് എണീറ്റ് പറഞ്ഞ പോലെ കുളിച്ച്, അല്ലേ? കുളിച്ചിട്ട് മറ്റൊന്ന് ചിന്തിക്കാൻ സമയമില്ല അവിടെ. അതിന് വേറെ ആളുണ്ട്. പറഞ്ഞു മനസ്സിലായില്ല? വെറുതെ തമാശ പറയാനോ ലൗകികങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനോ സമയമില്ല. ഇതൊന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുവരുന്ന കുറച്ച് പണിയെടുക്കുകയും ഒന്നുമില്ല. സ്തോത്ര, ജപ, ധ്യാനം അപ്പോഴേക്ക് വരുവായി. നേരം വെളിച്ചാകുമ്പോൾ തന്നെ ശാങ്കര ഭാഷ്യം പോരെ. അത് കടുകട്ടി തന്നെയായിരിക്കും. അത് ആ സമയത്ത് അത് തന്നെ കൊടുത്തു. കുറച്ച് കഴിയുമ്പോഴേക്ക് അതിനെ തന്നെ വ്യത്യസ്ത പ്രഭാഷണങ്ങളുടെ വ്യത്യസ്ത ആചാര്യന്മാര്. കാരണം ഒരു 40 മിനിറ്റിലധികം നമുക്ക് പിടിച്ചെടുക്കാൻ കഴിവില്ല. ഇന്നിപ്പം നാളെ ഒരു കുട്ടീനോട് ചോദിച്ചപ്പോ +2 പഠിക്കുന്ന കുട്ടിക്ക് 1.5 മണിക്കൂർ ക്ലാസ് ആണ് അത്ര. അങ്ങനെയാണത്ര വേണ്ടത്. അങ്ങനെയാണോ? അപ്പൊ 1.5 മണിക്കൂർ എങ്ങനെ കേൾക്കാൻ കഴിയും? 40 മിനിറ്റ് ആണ് പിടിച്ചെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് പറഞ്ഞത്. കുറച്ച് പ്രായം കൂടി ആയി കഴിഞ്ഞ് 20 മിനിറ്റ് പിടിക്കാൻ കഴിഞ്ഞാൽ നന്നായി. നിത്യവും ഈ ഒരു മേഖലയിലുള്ളവർക്ക് കഴിയുമായിരിക്കാം. അപ്പോഴേക്ക് വേറെ ഒന്ന് വിഷയം മാറണം. അവിടെയും വിഷയം മാറും, ആള് മാറും. അപ്പോഴേക്ക് വേറെ ഏതെങ്കിലും സന്യാസിമാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ വരും. അപ്പോഴേക്കും ഒന്ന് മാറി. അല്ലെങ്കിൽ ഒരു ഇന്റർവെൽ ആവുന്ന സമയത്ത് ഒരു മാറ്റം വന്നു. ഇങ്ങനെ ആവുമ്പോഴേ നമുക്ക് കഴിയുകയുള്ളൂ. അല്ലാതെ അത് സ്വീകരിക്കാൻ കഴിയില്ല. വെറുതെ ഇരുന്ന് കൊടുത്തിട്ട് ഒരു പ്രയോജനവും ഇല്ല. അങ്ങനെ അതിനു വേണ്ടി മാത്രമേ ഉള്ളൂ ഏത് ആ ഒരു സെക്ഷനായിട്ട് തിരിക്കുന്നത്. ചർച്ചകളൊക്കെ രാത്രി 10 മണി വരെ, പിന്നെ എന്തായാലും കിടന്നുറങ്ങിയുള്ളൂ. ഇങ്ങനെ ക്രമികമായി 7 ദിവസത്തെ താൽക്കാലിക സന്യാസത്തിന് പോയാൽ നല്ലതാണ്. ഇത് അവിടെ മാത്രമൊന്നുമല്ല കേട്ടോ, പല സ്ഥലങ്ങളിലും ഇങ്ങനെ നടക്കുന്നുണ്ട്. ഏതിനെങ്കിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെയൊക്കെ ആയാൽ അത് ആ വർഷം മുഴുവൻ നമ്മെ സ്വാധീനിക്കാൻ ഒരു ശക്തി അതിലുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒന്നിച്ച് പോക്കിന് വളരെ ഗുണമുണ്ട്. അങ്ങനെ ഒന്നിച്ച് പോയാൽ ഈ മഹാവാക്യ വിചാരം മതി. ഒന്നിക്കാതെ പോയാൽ ഈ മഹാവാക്യ വിചാരം കൊണ്ടും പ്രയോജനമില്ല എന്ന് പറയാനാ പറഞ്ഞത്. അതുകൊണ്ട് ആ പ്രജ്ഞാന രൂപമായ ബ്രഹ്മവും നീയും ഒന്ന് തന്നെ എന്ന് ജീവബ്രഹ്മ ഐക്യത്തെ ഉദ്ബോധിപ്പിക്കുന്നതിന് തത്വമസി അത് നീയാകുന്നു എന്ന് ഉപദേശിച്ചു കൊടുക്കുന്നു. ഇത്രയും കേൾക്കുന്നതോടുകൂടി ആർക്ക്? ശിഷ്യനെന്ന് പറഞ്ഞ പോരാ, ഉത്തമനായ ശിഷ്യന്
എന്തുണ്ടാവുന്നു? അനുഭവം ഉണ്ടാകുന്ന ശിഷ്യന്റെ ആ അനുഭവ രൂപത്തിലുള്ള വാക്യമാണ് ഏത്? അഹം ബ്രഹ്മാസ്മി. ഗുരുനാഥന്റെ ഉത്തമനായ ഗുരു, ഉത്തമനായ ശിഷ്യന് എങ്ങനെ അത് പറഞ്ഞിട്ടുണ്ട്. ആരാ ഉത്തമനായ ഗുരു, ആരാണ് ഉത്തമനായ ശിഷ്യൻ? ഗുരുനാഥനെ വിളിച്ചത് ആരാ? ഹേ ഭഗവൻ, ഭഗം യസ്യാസ്തി ഇതി ഭഗവാൻ, ഉൽപ്പത്തിം പ്രളയം ചെയ്വ ഭൂതാനാം ആഗതിം ഗതി വേത്തി വിദ്യാം അവിദ്യം ച സവാച്യോ ഭഗവാൻ ഇതി. ആർക്ക് ഭഗമുണ്ടോ അയാൾ ഉത്തമ ഗുരു. ഭഗം യസ്യാസ്തി ഇതി ഭഗവാൻ. അതുകൊണ്ട് ഗുരുനാഥനെ ശിഷ്യൻ വിളിക്കുന്നു ഹേ ഭഗവൻ. ശിഷ്യനെ ഗുരുനാഥൻ വിളിക്കുന്നു ഹേ സൗമ്യ, ഹേ പ്രിയദർശന, കാണാൻ കൊള്ളുന്നവനെ, കാണാൻ കൊള്ളുന്നവളെ. പറഞ്ഞിട്ടില്ല. എപ്പോഴാ കാണാൻ കൊള്ളുക? അത് മറ്റൊരു പ്രകടനത്തിൽ ചിന്തിക്കേണ്ടതാണ്. പറഞ്ഞിട്ടില്ല. കുറെ പൊടി മസാല പൂശിയതുകൊണ്ട് അല്ലേ, അല്ലെങ്കിൽ വെളുത്തത് കൊണ്ട് എന്നും പറഞ്ഞു. കർപ്പൂരവർണ്ണൻ ആയ ശിവൻ സുന്ദരേശനായി പറയപ്പെട്ടു. അതിനൊക്കെ ഉദാഹരണങ്ങളുണ്ട് അല്ലേ. കരിമേഘം പോലെ കറുപ്പനായ കൃഷ്ണൻ സൗന്ദര്യത്തിൽ ഒരു കുറവില്ല. പക്ഷെ നമ്മള് സൗമ്യ അല്ലെ പ്രിയദർശനൻ എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മൾ നല്ല വെളുത്ത അല്ലെ ഒരു മുഖം മൂടി ധരിച്ചത്, അതല്ല പേഴ്സണാലിറ്റി, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അത് വലിച്ചു കീറിയത്. അത് ചിലപ്പോ പൊടി മസാലകളെ കൊണ്ടാവാം, ചിലപ്പോ മറ്റെന്തെങ്കിലും അല്ലേ ഡെവലപ്മെന്റ് അല്ലേ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അങ്ങനെയായിരിക്കാം, അങ്ങനെ മറക്കുന്നതായിരിക്കാം. ആ ഡെവലപ്പ് ചെയ്തിരിക്കുക അങ്ങനെയാണ്. അത് വലിച്ചു കീറുന്നു. അങ്ങനെ വലിച്ചു കീറിയ ശിഷ്യൻ, ഏത് മുഖം മൂടിയ വലിച്ചു കീറിയ ശിഷ്യൻ ആണ് മുന്നിലിരിക്കുന്നത്. അയാളെ വിളിച്ചത് എന്ത്? ഉള്ളിൽ മറ്റൊന്നുമില്ല, സ്വച്ഛം, ശാന്തം, ഉള്ളിലൊന്നും പുറത്തൊന്നും. പറയുന്നത് അതുപോലെ പ്രവർത്തിക്കും. പ്രവർത്തിക്കാൻ കഴിയുന്നതേ പറയൂ, പറയുന്നത് പ്രവർത്തിച്ചിരിക്കും. പ്രവർത്തിക്കാൻ കഴിയും. നമ്മൾ പലതുമാണ് പറഞ്ഞിടും, ഒന്നും പ്രവർത്തിക്കില്ല. ഇതങ്ങനെയല്ല. പ്രവർത്തിക്കാൻ കഴിയുന്നതേ പറയൂ, പറയുന്നത് പ്രവർത്തിച്ചിരിക്കും. ഇപ്രകാരമുള്ള സ്വച്ഛമായ ശാന്തമായ ഉള്ളിലും പുറത്തും ഒരേപോലെ ശുദ്ധി പാലിച്ച, ബാഹ്യ ആഭ്യന്തര ശുചിത്വം പാലിച്ച അങ്ങനെയുള്ള ശിഷ്യനാണ് ഇരിക്കുന്നത്. അയാളെ വിളിച്ചു ഹേ സൗമ്യ, കാണാൻ കൊള്ളുന്നവനെ. അങ്ങനെയുള്ള ഉത്തമൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയുള്ള ഉത്തമനായ ശിഷ്യന് ഇത് കേട്ടാ മതി. ഏത്? അയാൾ ഉടനെ മനസ്സിലാക്കി തത്വമസി എന്ന് കേട്ടപ്പോ അയാൾ എന്ത് മനസ്സിലാക്കി? അഹം ബ്രഹ്മാസ്മി. അല്ലാത്തവരും മനസ്സിലാക്കും. ഇങ്ങനെ ഞാൻ ബ്രഹ്മ തന്നെയാണ്. ഒന്നും കൂടി അല്ലേ, തല ഹെഡ് വെയിറ്റ് കൂടും, അത്രയേ ഉള്ളൂ. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഉണ്ട്, അതിൻ്റെ ഒപ്പം കുറച്ചും കൂടി പഠിച്ച് ഒരു മൂഢനായി തീരാം, അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ലൈബ്രറി ആയി തീരാം. ഞാൻ അഹം ബ്രഹ്മാസ്മിയാണ്, ഞാൻ ബ്രഹ്മമാവും അല്ലേ, പ്രസംഗിക്കാം. ഇത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് വാക്ക് പരിമിതി ഉപയോഗിക്കുകയാണ് ആചാര്യൻ. അല്ല, ആചാര്യൻ ഇത് പ്രസംഗിച്ച് നടക്കുന്നില്ല. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞു നടക്കുന്നില്ല. നിവൃത്തിയില്ലാതെ എങ്ങനെയെങ്കിലും ഒരു ഏകദേശ ബോധകത്വം ശിഷ്യനുണ്ടാവണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അല്ലേ പറയുന്ന വാക്കാണത്. അല്ലാതെ പറയുന്നതൊന്നും അതല്ല. ശരി, അങ്ങനെ ഞാൻ ബ്രഹ്മമാകുന്നു എന്ന വാക്യം മനുഷ്യ ജീവിതത്തിന്റെ പരമലക്ഷ്യമായി വേദാന്തം ഉപദേശിക്കുന്ന സർവാത്മഭാവത്തെ, അയമാത്മാ ബ്രഹ്മ, എന്താ അർത്ഥം? അയമാത്മാ ബ്രഹ്മ, ഈ കാണുന്നതെല്ലാമായ ആത്മാവ് എന്താണ്? ബ്രഹ്മം തന്നെ. നിശ്ചയം അവിടെ ഉറപ്പിച്ചു. ബ്രഹ്മം തന്നെ. അവിടെ ബ്രഹ്മം തന്നെ എന്നാണ് പറയുന്നത്, ഉറപ്പിക്കുക ചെയ്യുന്നത്. ഏതാണ്? ഈ കാണുന്നതെല്ലാമായ ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗൽപതേ എന്ന പുരാണങ്ങളിലേക്ക്, ഇതിഹാസങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ആത്മാവല്ലാതെയുള്ള ദേഹം തുടങ്ങിയ വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം ഇല്ലാതായി കഴിഞ്ഞാൽ ആത്മാവല്ലാതെ ഇവിടെ ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലായി. ആദ്യം എന്ത് പറഞ്ഞു? നേരത്തെ പറഞ്ഞ നേതീതി ഇതല്ല എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാമാണ്. ഇതല്ല എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം എല്ലാം നിഷേധിക്കുകയല്ല ചെയ്യുന്നത്, ഇതെല്ലാമാണ് എന്ന് തരത്തിൽ വരണം. അങ്ങനെ ആത്മാവല്ലാതെ ഒന്നും തന്നെ ഇല്ല, ഈശ്വരൻ ഉണ്ട് എന്ന് പറയല്ല ചെയ്യുന്നത്, ഈശ്വരനെ ഉള്ളൂ എന്ന് പറഞ്ഞതിന് ഉറപ്പിക്കുന്ന തലമാണ് ഇവിടെ. ഏത്? അയമാത്മാ ബ്രഹ്മ എന്ന മഹാവാക്യം. എന്താ പറയുന്നത്? അങ്ങനെ പറയുകയാണ്, ഈ ആത്മാവ് ബ്രഹ്മം തന്നെ എന്ന വാക്യത്തിൽ കൂടി നിഗമന രൂപത്തിൽ ഉപദേശിക്കുന്നു. ഒരു നിഗമനത്തിൽ എത്തിച്ചേരുകയാണ്, തീർത്ത് ഉറപ്പിച്ചെത്തിക്കുന്നു. നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു, വേറൊന്നും ഇവിടെ ഇല്ല. നിങ്ങളായാലും ഞാനായാലും എന്തൊക്കെ വ്യവഹരിച്ചാലും
സ്ഥാവര ജംഗമങ്ങളെ കുറിച്ചായാലും എന്ത് തന്നെ നമ്മൾ ചിന്തിച്ചാലും അത് മുഴുവൻ കാണുന്നതും കാണപ്പെടാത്തതും എല്ലാം ബ്രഹ്മമാണ്. ആദ്യം എന്താ പറഞ്ഞത്? ഈ കാണുന്നതൊന്നും ബ്രഹ്മമല്ല. ഇപ്പൊ അതല്ല പറഞ്ഞത്, എല്ലാം ബ്രഹ്മമല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഈ തലത്തിലാണ്. ശരി, അങ്ങനെ ജീവാത്മ പരമാത്മാക്കളുടെ ഐക്യം, ബ്രഹ്മം, ജീവൻ എന്നിങ്ങനെ സത്യമായി രണ്ട് വസ്തുക്കളുണ്ടെന്ന് സമ്മതിച്ചുകൊണ്ട് അവയ്ക്ക് ഐക്യം കാണാൻ വേദാന്തം അനുശാസിക്കുന്നു. ഒപ്പത്തിനൊപ്പം ഈ ഐക്യം എങ്ങനെയുള്ളതാണ് എന്ന് നമ്മളെ ബോധിപ്പിക്കുകയും ചെയ്യും. ഇത് ഐക്യം വേദാന്തം ഉണ്ടാക്കിയിട്ട് വേണം. വേദാന്തം ഐക്യം ഉണ്ടാക്കി കൊണ്ട് സമർത്ഥിക്കുകയാണ് ചെയ്യണത്. അല്ല, ഉള്ളതായ ഐക്യത്തെ, ഏകതാഭാവത്തെ എന്ത് ചെയ്യുന്നു? ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ വേദാന്തം പറഞ്ഞു തന്നിട്ടൊന്നുമല്ല ഈ ഐക്യം സാധ്യമാകുന്നത്. അല്ലേ? ന്യൂട്ടന്റെ സിദ്ധാന്തം പോലെ അല്ലേ? അത് മോളിൽ ഇങ്ങോട്ട് വീണു എന്ന് പറഞ്ഞപ്പോൾ കണ്ടെത്തുന്നതിന് മുമ്പ് അത് വസ്തുക്കൾ മേലയ്ക്കൊന്നല്ല പോയിരുന്നത്, താഴോട്ട് തന്നെ. അപ്പൊ ഇത് ഒരു ആചാര്യം ഉണ്ടാക്കിയതൊന്നുമല്ല. പറഞ്ഞു മനസ്സിലായില്ല? അത് ഉള്ളതാണ്. ഉള്ളതിനെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഉള്ളതിനെ കണ്ടെത്തുക ചെയ്യുന്നത്. ആ കണ്ടെത്തിയപ്പോൾ മനസ്സിലായി, ഇത് എനിക്ക് അറിയായിരുന്നു, ഇങ്ങനെ തന്നെയായിരുന്നല്ലോ. നമ്മൾക്കൊന്നും അങ്ങനെ ചിലപ്പോൾ ബോധ്യമാവില്ലേ, ഇത് ഇങ്ങനെ തന്നെയല്ലേ. അങ്ങനെ അനിഷേധ്യങ്ങളായ വാക്യങ്ങളെ കൊണ്ട്, മറ്റൊരാളെ കൊണ്ട് നിഷേധിക്കാൻ കഴിയാത്ത വാക്യങ്ങൾ കൊണ്ട് ഞാൻ ബ്രഹ്മമാണെന്ന് എന്ന് നമ്മൾ ബോധിക്കുന്നുവോ, അപ്പോൾ ആയി. അപ്പൊ അവിടെ വേറൊരാൾ പറയാ അങ്ങനെയൊന്നും അല്ല, അയാൾ പറഞ്ഞ തെറ്റാട്ടോ, ബ്രഹ്മൊന്നും അല്ല. അങ്ങനെയല്ല, കാരണം അത് ബോധിച്ചു കഴിഞ്ഞു. ഇത് കയറല്ല, അല്ല അത് പാമ്പല്ല, കയറാണെന്ന് വെളിച്ചടിച്ചു വരുന്ന ആള് പറഞ്ഞു തന്നു. അപ്പൊ എനിക്ക് സംശയം തീർന്നിട്ടില്ല. പക്ഷെ സ്വന്തം വെളിച്ചം അടിച്ച് ഇത് കയറാണെന്ന് നിശ്ചയിച്ചാൽ ഇനി 1000 പേര് വന്ന് പറയുകയാണത് പാമ്പാണെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. ഏത് പുസ്തകം അത് എഴുതിയാലും ഞാൻ വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? അതിനുപരി അത് അനിഷേധ്യമായ വാക്കുകൊണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇതാണ് ബ്രഹ്മം. അവിടെ ഇതെന്നോ അതെന്നോ പറയാവുന്നത്. തൽക്കാലം അത് നിർത്താം. ഇത് ഇനിയുള്ളത് ഇങ്ങനെ വിചാരം ചെയ്യേണ്ടതാണ്, അല്ലാതെ നമ്മൾ ഓടിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. അതാണ് ഇവിടെ പറഞ്ഞത്. മഹാവാക്യ വിചാരമാണ് ഇനിയുള്ള ശ്ലോകം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.